മോദി സർക്കാരിന്റെ ഭാരത് അരി വിതരണം പാലക്കാട് ജില്ലയിലും വിജയകരമായി പുരോഗമിക്കുമ്പോൾ വിമർശനവുമായി പാലക്കാട് എംപി വി.കെ. ശ്രീകണ്ഠൻ രംഗത്ത്. അരി വിതരണം ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ലെന്നും ബി.ജെ.പിക്കാർ അരി വിതരണം ചെയ്യാൻ മുൻകൈയെടുത്തത് അംഗീകരിക്കാനാകില്ല എന്നും ശ്രീകണ്ഠൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണം ഇന്നലെയാണ് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചത്. 29 രൂപയ്ക്ക് ലഭിക്കുന്ന അരി വാങ്ങാൻ ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടെയാണ് വിമർശനവുമായി പാലക്കാട് എംപി വി.കെ. ശ്രീകണ്ഠൻ രംഗത്തെത്തിയിരിക്കുന്നത്. അരി വിതരണം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അരി വിതരണം ചെയ്യാൻ എങ്ങനെയാണ് ബി.ജെ.പിക്കാർക്ക് സാധിക്കുക? ഈ അരി പാലക്കാട് വേവില്ലെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് സാധാരണക്കാരിൽ നിന്നും നികുതി പണം വാങ്ങിച്ച് ആ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന അരി അത് വിതരണം ചെയ്യാൻ എങ്ങനെയാണ് ബി.ജെ.പിക്കാരെ ചുമതലപ്പെടുന്നത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടായി, എലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് പാലക്കാട്ട് ഈ എലക്ഷൻ അരി വേവില്ല. ഇത് ഉടനെ നിർത്തണം, നിയമപരമായിട്ട് വിതരണം ചെയ്യണം. ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റുകൾ അറിയുന്നില്ല, ജനപ്രതിനിധികൾ അറിയുന്നില്ല. കേന്ദ്രം എന്തോ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണ്. അതേസമയം കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ ബി.ജെ.പി നേരത്തെ മുതലേ ചെയ്യുന്നുണ്ടെന്നും ഭാരത് അരി വലിയ വിജയമാവുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ വിരളിയാണ് ശ്രീകണ്ഠനെന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ സാധാരണക്കാരായ ആളുകൾക്ക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. ഉജ്ജ്വൽ യോജന ഗ്യാസ്, അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ വരെ ക്യാമ്പുകൾ നടത്തി ജനങ്ങളെ അതിൻ്റെ ഗുണഭോക്താക്കളാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശ്രീകണ്ഠന് ഉണ്ടായിട്ടുള്ള ബേജാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരാറായതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഭാരത് അരി കേരളത്തിലും പാലക്കാടും വേവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ജില്ലയിൽ ഒറ്റപ്പാലത്താണ് ഭാരത് അരിയുടെ വിതരണം നടന്നത്. നാളെ മണ്ണാർക്കാട് അരി വിതരണം ഉണ്ടാവും. കൂടാതെ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് തലത്തിലും 29 രൂപയുടെ അരി വിതരണം ചെയ്യും. ജനം, പാലക്കാട്.